ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ യൂണിറ്റ് വന്നിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ് എന്ന് വെച്ച ഒരു ചാപ്റ്ററാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തേതായിട്ട് പറയുന്നത് സോൾഡേഴ്സിനെ കുറിച്ചാണ്. സോൾഡറിങ് ഫ്ലെക്സ് എന്താണ്, അതുപോലെ സോൾഡറിങ് ടെക്നിക്സ് ഒക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റെഫറൻസ് ടെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് അവിടെ ഒരു ബുക്ക് നമ്പർ 3 ആണ് പറഞ്ഞിരിക്കുന്നത്. ബുക്ക് നമ്പർ 3 എന്ന് പറയുമ്പോൾ നമുക്ക് റെഫറൻസ് വന്നിട്ട് ബേസിക്സ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇലക്ട്രോണിക്സ് ബൈ വി കെ മേത്ത ആൻഡ് രോഹിത് മേത്ത എന്ന. പക്ഷെ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ സോൾഡറിനെ കുറിച്ച് പറയുന്നില്ല. പക്ഷെ സോൾഡറിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് ഇന്ന ടെക്സ്റ്റിനെ റെഫർ ചെയ്യണമെന്ന് നമുക്ക് അതിൽ വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ അത്യാവശ്യം സോൾഡറിങ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക, എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് സോൾഡറിങ്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആ ഒരു സോൾഡറിങ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അവിടെ നമ്മൾ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു നോട്ട്സ് ഒന്ന് ഫോളോ ചെയ്തിട്ട് എന്താണ് സോൾഡറിങ് എന്ന കാര്യം നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇത്രയും ടോപ്പിക്സ് ആയിരിക്കും കവർ ചെയ്യുന്നത്. അതായത് എങ്ങനെയൊക്കെയാണ് നമുക്ക് സോൾഡറിങ് വരുന്നത്. ഓക്കെ, പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ എന്തൊക്കെ സോൾഡേഴ്സ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ പി സി ബിയിൽ എങ്ങനെ സോൾഡർ ചെയ്യുന്നത്, സോൾഡറിങ് അയൺ എന്താണ്, ഇത്രയും കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും അത്യാവശ്യം നിങ്ങൾ അറിയുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു സോൾഡറിങ് ചെയ്ത് നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു സോൾഡറിങ് എന്ന് പറയുമ്പോൾ മെയിൻലി രണ്ട് മെറ്റൽ പീസ് അല്ലെങ്കിൽ മെറ്റൽ പാർട്സ് ജോയിൻ ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ സോൾഡറിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോൾഡറിങ് ഇസ് എ പ്രോസസ് യൂസ്ഡ് ഫോർ ജോയിനിങ് മെറ്റൽ പാർട്സ് ടു ഫോം എ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ ബോണ്ട്. ഓക്കെ, അതായത് എന്ത് ചെയ്യണം, ഒന്നുകിൽ അതിന്റെ മെക്കാനിക്കൽ രണ്ട് മെറ്റൽ പീസ്, ഇവിടെ നിങ്ങൾ ഫിഗർ കണ്ടു കാണും, ഇത് നമ്മൾ കോപ്പർ പൈപ്പ് എന്ത് ചെയ്യാണ് അവിടെ നമ്മൾ സോൾഡർ ചെയ്ത് ഒന്നിപ്പിക്കുവാണ്. കാരണം എന്തുകൊണ്ടാണ് അവിടെ നമുക്ക് ഇതൊരു ഹോട്ട് പൈപ്പാണ്, നമുക്ക് ഈ ഒരു ലിക്വിഡ് കൂളന്റ് ഒക്കെ സെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പൈപ്പാണ് ഈ കോപ്പർ പൈപ്പ്സ്. നമ്മുടെ ഫ്രിഡ്ജിലും എ സി പോലത്തെ എയർ കണ്ടീഷനിങ് ചെയ്യുന്ന അതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു കോപ്പർ പൈപ്പ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വെൽഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, സീൽ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വെഹിക്കിൾസിലൊക്കെ ഇതുപോലത്തെ പൈപ്പ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മെറ്റൽ പീസ് അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സോൾട്ടോടെ യൂസ് ഹീറ്റിംഗ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, സോൾട്ടിങ് അതൊക്കെ അവിടെ എന്ത് ചെയ്യും, ടേസ്റ്റ് ചെയ്യും. ഇതിപ്പോൾ നമ്മളൊരു ഷീറ്റ് ഫാബ്രിക്കേഷൻ ചെയ്യുന്നതാണ്. ഓക്കെ, ഷീറ്റ് ഫാബ്രിക്കേഷൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ സോൾട്ടറിങ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് സോൾട്ടറിങ്? The soldering is a process used for joining the metal parts to form a mechanical or electrical bond. Okay, it is typically low melting point metal alloy solder, which is melted and applied to the metal parts to be joined, and this bond to the metal parts form a connection when the solder. അതായത് നമ്മൾ ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ഒരു മെറ്റൽ അലോയ് അതിനെ നമ്മൾ സോൾഡർ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതാണ് ഇവിടെ സോൾഡർ എന്ന് കേട്ടോ, ഇതാണ് സോൾഡർ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നോക്കാം, സോൾഡറിങ് എന്താണ്, സോൾഡർ എന്താണ്, നമുക്ക് വൺ ബൈ വൺ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു സോൾഡർ നമുക്ക് എവിടെയാണോ അപ്ലൈ ചെയ്യുന്നത് അവിടെ നമ്മൾ എന്ത് ചെയ്യും, ഹീറ്റ് ചെയ്ത് മെൽറ്റ് ചെയ്യും. അപ്പോൾ മെൽറ്റ് ചെയ്യുമ്പോൾ ഇതിൽ എന്ത് ചെയ്യും, അത് ഉരുകി അവിടെ വീഴും. അത് വീണതിന് ശേഷം നമ്മൾ ഹീറ്റ് മാറ്റുന്ന സമയത്ത് അത് എന്ത് ചെയ്തോളും, ആ ഹീറ്റ് മാറ്റുന്ന സമയത്ത് അത് അവിടെ ജോയിന്റ് ആയിക്കോളും. ഓക്കെ, അവിടെ സോൾഡിഫൈ ആവും. അങ്ങനെ എന്ത് ചെയ്യും, ആ രണ്ട് പാർട്സും അവിടെ ജോയിൻ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇതാണ് സോൾഡറിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ഈ സോൾഡറിങ് യൂസ് ചെയ്യുന്നത് നമ്മൾ സാധാരണ ഒരു ഇലക്ട്രിക്കൽ കമ്പോണൻസ് സോൾഡർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അല്ലാതെ തന്നെ നമുക്ക് പിന്നെ അത് കുറച്ചുകൂടി കൂടിയ രീതിയിൽ മെറ്റൽ ഫാബ്രിക്കേഷൻ ചെയ്യുമ്പോൾ വെൽഡിംഗ് പർപ്പസ് എന്നോട് പറയാറുണ്ട്. വെൽഡിംഗ് പർപ്പസ് എന്നാണ് പറയുന്നത്. സാധാരണ ഈ ലോ രീതിയിൽ ചെയ്യുന്ന നമ്മൾ സോൾഡറിംഗ് എന്ന് പറയും. മെറ്റൽ പീസൊക്കെ ജോയിൻ ചെയ്യുന്ന പ്രോസസ് നമ്മൾ വെൽഡിംഗ് എന്നോട് എന്ത് ചെയ്യാറുണ്ട് അവിടെ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്താ ഇവിടുത്തെ സോൾഡറിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു ഇലക്ട്രോണിക് കമ്പോണൻസ്, നമുക്കിപ്പോൾ നമ്മുടെ തന്നെ സർക്യൂട്ട് അല്ലേ പഠിക്കുന്നത്, അപ്പോൾ നമുക്ക് സർക്യൂട്ട് ബേസ് ചെയ്തുള്ള കാര്യങ്ങളോട് നോക്കാം. അപ്പോൾ ഒരു സർക്യൂട്ട് ഒക്കെ നിർമ്മിക്കുന്ന സമയത്ത് കമ്പോണൻസ് ഒക്കെ ഒരു ബ്രെഡ് ബോർഡിൽ സോൾഡറിംഗ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ പി സി ബി ബോർഡിലൊക്കെ ചെയ്ത് വെക്കുമ്പോൾ നിങ്ങളൊന്ന് മദർ ബോർഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ് സർക്യൂട്ട് ബോർഡ് പി സി ബി ബോർഡൊക്കെ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ അതൊക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും എന്താണ് എങ്ങനെയാണ് ആ ഒരു സോൾഡർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് നോക്കുവാണെങ്കിൽ, അപ്പോൾ നമുക്ക് ഒരു ഡിഫറൻസ് അല്ല നമ്മളിപ്പോൾ ചെയ്യുന്നതിൽ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഞാൻ പറഞ്ഞു സോൾഡറിങ്ങും വെൽഡിംഗ് എന്ന് പറഞ്ഞു. അതിൽ സോൾഡറിങ്ങും വെൽഡിംഗ് തമ്മിലുള്ള വ്യത്യാസം, നമുക്ക് ഈ സോൾഡർ ചെയ്യുന്നത് നമുക്ക് ശരിക്കും മെൽറ്റ് ചെയ്യാതെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വെൽഡ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ എനിക്ക് ഈ കോപ്പർ പൈപ്പ് രണ്ടും എനിക്ക് സോൾഡർ ചെയ്യണം, ഈ രണ്ട് ജോയിന്റ് ഇവിടെ എനിക്ക് സോൾഡർ ചെയ്യാം. അപ്പോൾ സോൾഡർ ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ഈ കോപ്പർ പൈപ്പിനെ മെൽറ്റ് ചെയ്യത്തില്ല, ഞാൻ അലോയ് മാത്രം മെൽറ്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, അങ്ങനെ ചെയ്യുന്നതിന് നമ്മൾ എന്ന് പറയുന്നത് സോൾഡറിംഗ് എന്ന് പറയുന്നത്. ഇനി വെൽഡിംഗ്, നിങ്ങൾക്ക് വെൽഡിംഗ് അറിയാമായിരിക്കും, വെൽഡിംഗ് വർക്ക്ഷോപ്സ് ഒക്കെ ഉണ്ട്, നമ്മൾ ഗേറ്റും റൂഫിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വെൽഡിംഗ് ചെയ്യാറുണ്ട്. അപ്പോൾ വെൽഡിംഗ് ചെയ്യുന്നത് മീൻസ് എന്താണ്, വെൽഡിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കോപ്പർ പൈപ്പിൽ കൂടി എന്ത് ചെയ്യും, അവിടെ മെൽറ്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, അപ്പോൾ കോപ്പർ പൈപ്പ് മെൽറ്റ് ചെയ്തിട്ട് നമ്മുടെ സോൾഡർ മെൽറ്റ് ആയി വരുന്നതിനാണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. ഇല്ല, കോപ്പർ പൈപ്പ് മെൽറ്റ് ആവാതെ ഈ അലോയ് മാത്രം മെൽറ്റ് ആയി ഇവിടെ ജോയിന്റ് ആവുന്ന പ്രോസസ് ആണ് എന്ത്, ഇറ്റ് ഈസ് കോൾഡ് ആസ് സോൾഡറിംഗ് എന്ന് പറയും. ഓക്കെ, രണ്ടും ഏകദേശം സെയിം ടെക്നിക്ക് തന്നെ. ഈ ഒരു വ്യത്യാസമാണ് എന്ത് ചെയ്യുന്നത് അവിടെ മെയിൻലി വരാം. അപ്പോൾ നമുക്കിവിടെ വെൽഡിംഗ് വേണ്ട, നമുക്ക് എന്ത് മതി, സോൾഡറിംഗ് മാത്രം മതി. ഓക്കെ, then soldering is a common practice for assembling electronic components and wiring. Okay, although it can be used for
പ്ലംബിംഗ്, ഷീറ്റ് മെറ്റൽ ഫാബ്രിക്കേഷൻ, ഓട്ടോമോട്ടീവ്, ഇതൊക്കെ യൂസ് ചെയ്യാനായിട്ട് യൂസസ് പറയുന്നതേ ഉള്ളൂ. നമ്മുടെ ആവശ്യം നമുക്കിപ്പോൾ ഇവിടെ ഇലക്ട്രോണിക് കമ്പോണൻസ് സോൾഡർ ചെയ്യുക എന്നാണ് നമ്മൾ ഇവിടുത്തെ ഉപയോഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം സോൾഡറിങ് എ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സോൾഡറിങ് യൂസ് ചെയ്യുന്ന പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്സിൽ കമ്പോണൻസോ അല്ലെങ്കിൽ വയേഴ്സോ ലീഡ്സ് ഒക്കെ ട്രാക്സ് ഒക്കെ സോൾഡർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മളവിടെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സോൾഡറിൽ കോപ്പർ is usually covered with a thin layer of tin to prevent the oxidation. അതായത് ഈ ഒരു കമ്പോണന്റിൽ എന്താ ഒരു ഗ്രീൻ കളർ ഇതുണ്ടാവും. ഓക്കെ, അത് നമ്മൾ ടിന്റ് എന്നാ പറയുന്നത്. അതായത് എന്ത് ചെയ്യും, ഈ ഒരു ടിന്റ് അവിടെ വെച്ചിരിക്കുന്ന എന്തിനാ, നമുക്കത് ഇത് വരാതിരിക്കുന്നത്, കൊറോഷൻ വരാതിരിക്കുന്നത് നമ്മളിവിടെ വയ്ക്കുന്നത്. ഓക്കെ, കോപ്പർ. അപ്പോൾ ഈ ഒരു കോപ്പർ ലീലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊണ്ടുപോയി സോൾഡർ ചെയ്യുന്നത്. ഓക്കെ, ഒരു സോൾഡർ ചെയ്യുന്ന ടെക്നിക്സ് കാണിക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യും, ഒരു കോപ്പർ ലീഡ് ഉണ്ടാവും. ആ കോപ്പർ ലീഡ് എന്ത് ചെയ്യും, ആ ഒരു സോൾഡറിങ് ഫ്ലെക്സ് യൂസ് ചെയ്യും. സോൾഡറിങ് ഫ്ലെക്സ് യൂസ് ചെയ്ത് നമ്മളിവിടെ സോൾഡർ ചെയ്യും. പിന്നെ അതിൽ കുറച്ച് പ്രിക്കോഷൻസ് ഒക്കെ എടുക്കണം. അപ്പോൾ അതാണ് ഈ ഒരു ഇൻസ്ട്രുമെന്റ് ഒക്കെ വെച്ചിരിക്കുന്നത്. ഇതിന്റെ സ്മോക്ക് നമുക്ക് ശ്വസിക്കാനായിട്ട് പാടില്ല. അപ്പോൾ സ്മോക്ക് കളയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, അതവിടെ വെക്കുന്നത്. അപ്പോൾ നമുക്ക് രീതിയിലായിട്ട് നോക്കാം. ടൈപ്സ് ഓഫ് സോൾഡേഴ്സ് എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, ടൈപ്സ് ഓഫ് സോൾഡേഴ്സ്. അപ്പോൾ നമ്മൾ മെയിൻലി നമുക്കൊരു ഇലക്ട്രിക്കൽ വർക്കിന് വേണ്ടി നമ്മൾ 3 തരത്തിലുള്ള സോൾഡേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, there are 3 types of solders used for electric work. Okay, they are broadly classified into thin or lead solders or lead free solders. Okay, അപ്പോൾ മെയിൻലി രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു, ലെഡ് സോൾഡേഴ്സ് എന്നും ലെഡ് ഫ്രീ സോൾഡേഴ്സ് എന്നും. ഓക്കെ, അപ്പോൾ tin or lead solders have been used for many years because they are easy. However, they have been phased out the commercial use due to harmful effect on humans and environment. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ സാധാരണ ഈ ഒരു ലെഡ് ടൈപ്പ് നമുക്ക് കുറച്ച് ആരോഗ്യത്തിന് കുറച്ച് പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ടാണ് നമ്മളത് കൂടുതൽ യൂസ് ചെയ്യാത്തത്. ബട്ട് ഒരു സമയം വരെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളത് കൂടുതലായിട്ട് അവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഒരുപാട് പ്രിക്കോഷൻസ് എന്ത് ചെയ്യും, നമ്മളവിടെ എടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഓരോ സോൾഡേഴ്സും എടുക്കുന്ന സമയം, യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രിക്കോഷൻസ് നമ്മളവിടെ എടുക്കണം. അപ്പോൾ ഇതിൽ ഒരെണ്ണം ഈ ഒരു സോൾഡർ ഡിഫറെന്റ് ഗേജ് സോൾഡേഴ്സ് കാണിച്ചിരിക്കണം കേട്ടോ. അത് ഓരോ അളവിലുള്ളത്. ഓക്കെ, ഓരോ സൈസിലുള്ള സോൾഡേഴ്സ് ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇതെന്ന് വെച്ചാൽ എന്താണ്, ഇവിടെ ഇരിക്കുന്ന ലെഡ് ഫ്രീ ആണ്. ഈ ലെഫ്റ്റ് സൈഡ് ഇത് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ലെഡ് ഫ്രീ, ഇവിടെ എഴുതിയിട്ടുണ്ട് ലെഡ് ഫ്രീ ആയിട്ടുള്ളത്. ഇത് ലെഡ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. Okay, the lead or thin solders have been used for many years because of the ease of use. However, they have been phased out for commercial use due to the harmful effect on the human and environment. Thin solders is still available and used by hobbyists and the non-commercial uses, as it's still easier to use the lead-free types. Okay, when using lead solder, there are actual safety precautions must be taken. Okay, അപ്പോൾ ഇപ്പോഴും ഹോബി ഇലക്ട്രോണിക്സ് മീൻസ് ഈ വെറുതെ സമയം പോകാനായിട്ട് ഇലക്ട്രോണിക്സ് ചെയ്യുന്നവരാണ് ഹോബി ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ കൂടുതൽ യൂസ് ചെയ്യുന്ന ലെഡ് ഉള്ള സോൾഡേഴ്സ്, കാരണം അത് പെട്ടെന്ന് അത് സോൾഡറിങ് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾഡറിങ് ചെയ്യാൻ പറ്റും മറ്റേന്ന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, പിന്നെ നമ്മളൊന്ന് മാർക്കറ്റിൽ പോകുമ്പോൾ ഇന്നതാണോ നോക്കില്ല, ജസ്റ്റ് നമ്മൾ പോകും പർച്ചേസ് ചെയ്ത് വരും. ഓക്കെ, നിങ്ങളുടെ ലാബിലും അങ്ങനെ തന്നെ ആയിരിക്കും. ചിലപ്പോൾ കിട്ടുന്ന ലെഡ് ഫ്രീ ആയിരിക്കും, ചിലപ്പോൾ ലെഡ് ഉള്ളതായിരിക്കും. ചിലത് പെട്ടെന്ന് സോൾഡർ ആവും, ചിലത് എന്ത് ചെയ്തില്ല, പെട്ടെന്ന് സോൾഡർ ആവില്ല. അപ്പോൾ പറയുന്ന സ്റ്റാൻഡേർഡ് കണ്ടീഷൻ വെച്ചിട്ട് ഈ ലെഡ് ഉള്ള സോൾഡേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിന്റെ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കണം. അവിടെ വെന്റിലേഷൻ ഒക്കെ പ്രോപ്പർ ആയിട്ട് ഉണ്ടാവണം. ഒരിക്കലും നമ്മൾ അതിന്റെ സ്മോക്ക് ഒന്നും ശ്വസിക്കാനായിട്ട് പാടില്ല. സോൾഡറിങ് ചെയ്യുമ്പോൾ സ്മോക്ക് റൈസ് ചെയ്യും, അതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ശ്വസിക്കാനായിട്ട് പാടില്ല. ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഇതില് PCB. ഓക്കെ, നമുക്ക് സോൾഡർ ചെയ്യുന്ന ബോർഡാണ് നമ്മൾ PCB എന്ന് പറയുന്നത്. ഓക്കെ, പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് എന്ന് പറയും. അപ്പോൾ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിലിങ്ങനെ ഒരുപാട് ഹോൾസ് ഉണ്ടാവും. ഓക്കെ, പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിൽ എന്താവും, ഹോൾസ് ഉണ്ടാവും. ഇതാണ് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്സ് എന്ന് പറയുന്നത്. കണ്ടോ, ഹോൾസ് ഉണ്ട്. ഈ ഹോളിൽ കൂടി നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് എന്താണോ ഇൻസേർട്ട് ചെയ്യണം, നമുക്കിപ്പോൾ കപ്പാസിറ്റർ ഇൻസേർട്ട് ചെയ്യും, റെസിസ്റ്റർ ആണെങ്കിൽ റെസിസ്റ്റർ ഇൻസേർട്ട് ചെയ്യും, IC ആണെങ്കിൽ IC എന്ത് ചെയ്യും, നമ്മൾ അവിടെ ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് ഇതിന്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ സോൾഡർ ചെയ്യുന്നത്. ഓക്കെ, ബാക്ക് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും, ലെഡ് നമ്മുടെ ആ ഒരു സോൾഡറിങ് അതിന് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, അവിടെ സോൾഡർ ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് ദ ഡിസ്ക്രിപ്ഷൻ through holes suggests the lead of the components are passed through the holes in the PCB. Okay, through hole component that is soldered to a pad on the reverse side of the PCB. Soldering is accomplished by heating the compound lead and PCB pad with a soldering iron and melting solder wire into the joint. Okay, this type of construction was formed in 1960s. Okay, ഹിസ്റ്ററി നോക്കണ്ട, ജസ്റ്റ് എന്താണ് PCB സോൾഡറിംഗ് എന്ന് മാത്രം നോക്കിയാൽ മതി. എന്താണ് ആ PCB സോൾഡറിംഗ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളവിടെ ആ ഒരു ലീഡ് അതുവഴി എന്ത് ചെയ്യും, പുറത്തോട്ട് വെടിക്കും. ഓക്കെ, അവിടെ ഹോൾസ് ഉണ്ടാവും PCBയിൽ. ഇങ്ങനെ നമ്മൾ സർക്യൂട്ട് നിങ്ങൾ നോക്കിയാൽ മതി, PCB എന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും എന്തുണ്ട്, അവിടെ ഒരുപാട് ഹോൾസ് ഉണ്ടാവും. ആ ഹോൾസിൽ കൂടി നമ്മൾ എന്ത് ചെയ്യും, കപ്പാസിറ്റർ, റെസിസ്റ്റർ തുടങ്ങിയ കമ്പോണൻസ് നമ്മളവിടെ ഇറക്കി വെക്കും. അതിന് ശേഷം എന്ത് ചെയ്യും, നമ്മൾ അതിനെ പതുക്കെ സോൾഡർ ചെയ്ത് ജോയിൻ ചെയ്യിപ്പിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ എന്ത് ചെയ്യും, ഒരു ലെഡ് വെച്ച് കൊടുക്കും. ഓക്കെ, ഒരു ലെഡ്
ഒരു ലെഡിന്റെ പീസ് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഇവിടെ വെച്ച് കൊടുക്കും. ആൻഡ് ഇതാണ് നമ്മൾ സോൾഡറിങ്. അപ്പോൾ സോൾഡറിങ് നമ്മളിങ്ങനെ ഹീറ്റ് ചെയ്ത് കറണ്ടി കൊടുത്ത് ഹീറ്റ് ചെയ്യിപ്പിക്കും. ഹീറ്റ് ചെയ്ത് കാണിക്കുന്ന സമയം എന്ത് ചെയ്യും, ഇതിവിടെ മെൽറ്റ് ആയിട്ട് ഇങ്ങനെ ജോയിന്റ് ആവും. അങ്ങനെ ഓരോ പാർട്ടും എന്ത് ചെയ്യും, ഇതിപ്പോൾ എല്ലാം ജോയിൻസ് വെച്ചിരിക്കുക, നമ്മൾ എന്ത് ചെയ്യും, ഓരോന്നിട്ട് 1 by 1 ആയിട്ട് ഇങ്ങനെ സോൾഡർ ചെയ്ത് പോകും. ഓക്കെ. പിന്നെ അതിന്റെ വേറൊരു മെത്തേഡാണ് സർഫസ് മൗണ്ട് എന്ന് പറയുന്ന SMD കമ്പോണൻസ്. ഓക്കെ, സർഫസ് മൗണ്ട് PCB. അതിൽ നമുക്ക് ശരിക്കും അത് ടോപ്പ് പോർഷൻ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, സോൾഡറിങ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കുക. ഇതിൽ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ ഓരോ ഇത് കണ്ടോ, ലീഡ്സ് കണ്ടോ, നമ്മൾ എന്ത് ചെയ്യും, ICs അതിന് വേണ്ടി പ്രത്യേക ICസും സർക്യൂട്ടും ഉണ്ട്. കപ്പാസിറ്റേഴ്സും റെസിസ്റ്റേഴ്സും എല്ലാം ഇതിന് വേണ്ടി സർഫസ് മൗണ്ട് SMD കമ്പോണൻസ് പ്രത്യേകം ഉണ്ട്. നോർമൽ കമ്പോണന്റ് നമുക്ക് ഇതിൽ സോൾഡർ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടി ചെറിയ ചെറിയ കമ്പോണൻസ് പ്രത്യേകം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജ് മീൻസ് നമുക്ക് സ്ഥലം കുറയ്ക്കാൻ പറ്റും. PCB ബോർഡിന്റെ രണ്ട് സൈഡിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾഡർ ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ ഒരുപാട് ഇന്റഗ്രേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കണ്ടാവും ഈ ഓരോ ലീഡും ഇവിടെ നമ്മളിങ്ങനെ IC എടുത്ത് വെക്കും. IC വെച്ചിട്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സോൾഡറിങ് പേസ്റ്റ് ആണ്. അപ്പോൾ സോൾഡറിങ് ലെഡ് യൂസ് ചെയ്യുന്നത് സോൾഡറിങ് പേസ്റ്റ് യൂസ് ചെയ്യും. സോൾഡറിങ് പേസ്റ്റ് എന്ത് ചെയ്യും, ഇവിടെ നമ്മളിങ്ങനെ പേസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്ലൈ ചെയ്തിരിക്കും. അതിന് ശേഷം നമുക്കൊരു ഹോട്ട് എയർ ഗൺ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഹീറ്റ് ചെയ്യുന്ന എലമെന്റ് ഉണ്ടാവും. ഈ ഹീറ്റിംഗ് എലമെന്റ് അതിൽ കാണിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, മെൽറ്റ് നമ്മൾ മെടി ഉരുകുന്ന പോലെ ഉരുകി എന്ത് ചെയ്യും, അവിടെ ജോയിന്റ് ആവും. അതെല്ലാം ഓട്ടോമാറ്റിക്കലി ആ ലീഡിലോട്ട് അങ്ങ് ജോയിന്റ് ആയി പിടിച്ചോളും. അത് നമ്മുടെ സർഫസ് ടെൻഷനുമായി ബന്ധപ്പെട്ട് വരുന്ന അങ്ങനെ എന്ത് ചെയ്യും, എല്ലാം അവിടെ ഉരുകി അവിടെ ജോയിന്റ് ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നു, ഇതവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, PCB സോൾഡറിംഗിൽ നമുക്ക് 2 ടൈപ്പാണ് വരുന്നത്. എന്തൊക്കെയായിരുന്നു, ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് ഹോൾ ടൈപ്പും മറ്റൊന്ന് SMD അല്ലെങ്കിൽ സർഫസ് മൗണ്ട് കമ്പോണന്റ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, ഇനിയാണ് നമുക്ക് സോൾഡറിംഗ് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ സോൾഡറിംഗ് വയറും അതുപോലെ തന്നെ സോൾഡറിംഗ് പേസ്റ്റും. ഓക്കെ, ഞാൻ സോൾഡറിംഗ് വയർ പറഞ്ഞിരുന്നല്ലോ. സോൾഡറിംഗ് വയർ നമ്മളെ ചുറ്റി വെച്ചിരിക്കുന്നതാണ്. പേസ്റ്റ് നമുക്ക് ജസ്റ്റ് നമ്മുടെ ഈ ഒരു എന്താ പേസ്റ്റ് ഫോമിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഓക്കെ, ഒരു നമ്മുടെ ജെല്ലി ഫോം അല്ല, ശരിക്കും ഒരു ക്രീമായിട്ട് പോലെ കിട്ടും. ഓക്കെ, ക്രീം പോലെ എന്ത് ചെയ്യും, നമുക്കിവിടെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ രണ്ടും യൂസ് ചെയ്യുന്നതിന് മുൻപേ നമ്മളവിടെ എന്ത് ചെയ്യണം, സോൾഡറിംഗ് ഫ്ലെക്സ് അവിടെ അപ്ലൈ ചെയ്യണം. ഓക്കെ, സോൾഡറിംഗ് ഫ്ലെക്സ് അവിടെ യൂസ് ചെയ്യണം. ഈ ഫ്ലെക്സ് നമുക്ക് ജസ്റ്റ് ഒരു ഇങ്ങനെ ഒരു ജാം മോഡലാണ് കിട്ടുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്കൊരു വിക്സിന്റെ ഒക്കെ ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, സോൾഡറിംഗ് ഫ്ലെക്സ് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സോൾഡറിംഗ് ഫ്ലെക്സ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് നമുക്കിവിടെ ഓക്സിഡേഷൻ പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, സോൾഡറിംഗ് ഫ്ലെക്സ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഹെൽപ്പ് ടു ക്ലീൻ ദ സർഫസ് ബീങ് സോൾഡഡ് ആൻഡ് പ്രിവെന്റ് ഓക്സിഡേഷൻ ഓഫ് ദ സോൾഡർ. ഓക്കെ, സോൾഡറിന്റെ ഓക്സിഡേഷനും അതുപോലെ തന്നെ അവിടുത്തെ എന്ത് ചെയ്യും, ക്ലീൻ ചെയ്യാനും പറ്റും. ഓക്കെ, നമുക്ക് ഒരു സോൾഡർ ചെയ്യുന്നതിന് മുമ്പേ ആ ഒരു സർഫസ് നമ്മൾ എവിടെയാണ് സോൾഡർ ചെയ്യുന്നത് ആ ഒരു സർഫസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ക്ലിയർ ആക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു വൃത്തിയാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ദ കോമ്പോസിഷൻ ഓഫ് ഫ്ലക്സ് ഈസ് വേരി ഡിപ്പെൻഡിംഗ് ഓൺ വെദർ ഇറ്റ് ഈസ് ഇൻ പേസ്റ്റ് ഓർ വയർ, leaded unleaded solder. Solder wire usually contain flux called roxin. Okay, ചില സോൾഡറിംഗ് വയേഴ്സ്, ഓക്കെ, സോൾഡറിംഗ് അയൺ അല്ല, സോൾഡറിംഗ് വയർ നേരത്തെ കണ്ടില്ലേ, ആ ഒരു വയർ ചുറ്റി വെച്ചിരിക്കുന്നത്, അത് എന്ത് ചെയ്യും, അതിന്റെ കൂടെ തന്നെ ഈ ഫ്ലക്സ് കൂടി അവിടെ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ശരിക്കും ആ ഫ്ലക്സ് നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്മോക്ക് അവിടെ വരുന്നത്. ഓക്കെ, ഫ്ലക്സ് അവിടെ ഹീറ്റ് ആകുന്ന സമയത്താണ്, ലെഡ് ഹീറ്റ് ആകുന്ന സമയത്ത് വരും. അല്ലാതെ എന്ത് ചെയ്യും, ഇതിങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, അവിടെ ഹീറ്റ് ജനറേറ്റ് ആയിട്ട് ഫ്യൂംസ് വരും. ഓക്കെ, സ്മോക്ക് അവിടെ റൈസ് ചെയ്യും. അപ്പോൾ അത് നമുക്ക് ശരിക്കും ഹെൽത്തിന് ഹാർംഫുൾ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകിൽ നല്ല പ്രോപ്പർ വെന്റിലേഷൻ ഉള്ളിടത്ത് നിന്ന് ചെയ്യുക, പുറം സൈഡിൽ നിന്ന് ചെയ്യുക, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലത്തെ വാക്യൂം സക്കേഴ്സ് നമ്മളിവിടെ യൂസ് ചെയ്യണം. ഓക്കെ, ഇതെന്ന് വെച്ചാൽ ഫ്യൂം എക്സ്ട്രാക്ഷൻ സിസ്റ്റം ആണ്. ഇവിടെ കൂളിംഗ് ഒരു ഫാൻ ഉണ്ടാവും. ഓക്കെ, റിവേഴ്സിൽ വർക്ക് ചെയ്ത ഫാൻ ഉണ്ടാവും. ഈ ഫാൻ എന്ത് ചെയ്യും, ഇവിടെ വരുന്ന എല്ലാ ഫ്യൂംസിനെയും എന്ത് ചെയ്യും, എല്ലാ ഫ്യൂംസിനെയും അത് കളക്ട് ചെയ്ത് പുറത്തോട്ട് എന്ത് ചെയ്യും, അവിടെ കളയും. കാരണം നമുക്കത് ശ്വസിച്ചുകൂടാ. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു ഇത് വരുന്നത്. നമ്മൾ അതുപോലെ തന്നെ കണ്ണിന് ഐ പ്രൊട്ടക്ഷൻ വേണ്ടി യൂസ് ചെയ്യുക. ചില സമയത്ത് ഈ ലെഡിന്റെ ഒക്കെ ചെറിയ പീസ് എന്ത് ചെയ്യും, ഇങ്ങനെ ബബിളായിട്ട് പൊട്ടിയിട്ട് നമ്മൾ കണ്ണിലോട്ട് വരാണ്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കണ്ണ് ശ്രദ്ധിച്ചോളണം. അതുപോലെ തന്നെ ഈ ഫ്യൂംസ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കറക്റ്റായിട്ട് ശ്വസിക്കാണ്ട് പാടില്ല. പിന്നെ ഒരു സമയമൊക്കെ ചെയ്യുമ്പോൾ കുഴപ്പമില്ല, ഒരുപാട് സമയം ഇത് തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർ എന്ത് ചെയ്യണം, ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഫ്ലെക്സ് എന്നത് മനസ്സിലായല്ലോ. ഫ്ലെക്സ് യൂസ് ചെയ്യുന്ന നിങ്ങൾ ഇതിന്റെ മെയിൻ പോയിന്റ്സ് മാത്രം നോക്കിയത്, എല്ലാം നോക്കണമെന്നില്ല. എന്താ ഫ്ലെക്സ് യൂസ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് ഫോർ ക്ലീനിങ് ദ സർഫസ് ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ ഓക്സിഡേഷൻ പ്രിവെന്റ് ചെയ്യാനും. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഒന്നുകിൽ അത് പേസ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തായിരിക്കും, ഈ ഒരു വയറിൽ തന്നെ ഉണ്ടാവും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, സോൾഡറിംഗ് വയറിന്റെ കൂടെ തന്നെ ചിലപ്പോൾ ഫ്ലെക്സ് കൂടി വരാറുണ്ട്. അങ്ങനെ വരുന്നതാണ് റോസിൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഫ്യൂംസ് പ്രൊഡ്യൂസ് ചെയ്യും. പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹാർംഫുൾ ആണ് ഹെൽത്തിന്. സോ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ വെൽ വെന്റിലേറ്റഡ് വർക്ക് സ്പേസിൽ മാത്രമേ ഇവിടെ ചെയ്യാവൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഓർ റിപ്പീറ്റഡ് എക്സ്പോസ് ഫ്യൂംസ് എന്ത് ചെയ്യണം, ഫ്യൂം എക്സ്ട്രാക്ടർ നമ്മളിവിടെ യൂസ് ചെയ്യണം. ഒന്നുകിൽ വെന്റിലേഷൻ ഉള്ളിടത്ത് നിന്ന് വർക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഫ്യൂം എക്സ്ട്രാക്ടേഴ്സ് അവിടെ യൂസ് ചെയ്യണം. ഓക്കെ, the soldering flux can also cause solder to splatter and eye protection should be also. ഓക്കെ, അത് ഈ സോൾഡറിംഗ് ഫ്ലക്സ് ചില സമയത്ത് ഇങ്ങനെ തെറിക്കാറുണ്ട്. ഒക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ മുകളിൽ അവിടെ തെറിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സ്പ്ലാറ്റ് ചെയ്യും. സോ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഐ പ്രൊട്ടക്ഷൻസ് അത്യാവശ്യമാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് നാളത്തെ ഇതിൽ ഫ്ലക്സിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഫ്ലക്സ്.
ഓക്കെ. പിന്നെ വരുന്നത് സോൾഡറിങ് അയൺ ആണ്. ഓക്കെ. സോൾഡറിങ് അയൺ. അത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോൾഡറിങ്. സോൾഡറിങ് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എല്ലാം ഒന്ന് തന്നെ. ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ആവുക. ആ സമയത്ത് എന്ത് ചെയ്യും? നമ്മുടെ സോൾഡറിങ് വയർ എന്ത് ചെയ്യും? അവിടെ മെൽറ്റ് ആവും. ഈ മെൽറ്റ് ആയിട്ട് നമ്മുടെ പിസിബി ആയിട്ട് അത് ജോയിന്റ് ആയിക്കൊള്ളും. പക്ഷേ ഇതില് നമുക്ക് ഡിഫറെന്റ് സൈസിൽ അവൈലബിൾ ആണ്. ഓക്കെ. ചിലത് മൈക്രോ സോൾഡറിങ് നമ്മളതിനെ ബിറ്റ് എന്ന് പറയും കേട്ടോ. ഇതിന്റെ എൻഡില് ഈ കാണിച്ചത് നമ്മൾ ബിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇത്രയും വലിയ ഒരു കാര്യം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ചെറിയത് നമുക്ക് സോൾഡർ ചെയ്യാൻ പറ്റില്ല. കണ്ടോ? ഇത്രയും വലിയൊരു ബിറ്റ് വെച്ചിട്ട് ഈ ചെറിയ ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല? സോൾഡർ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഈ ഒരു ലീഡ് മാത്രം ഇളക്കിയാൽ മതിയാവും. ഓക്കെ. ഇവിടെ കാണുന്നതില് എനിക്ക് ചിലപ്പോൾ ദേ ഈ ഒരു ലീഡ് മാത്രമായിരിക്കും എനിക്ക് അവിടെ ഇളക്കേണ്ടത്. ഓക്കെ. റിമൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇതെനിക്ക് റിമൂവ് ചെയ്യാനായിട്ട് ഞാൻ ഇത്രയും വലിയൊരു സോൾഡറിങ് ബിറ്റും കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് എല്ലാം കൂടി എന്ത് ഹീറ്റ് ആകും. അടുത്തിരിക്കുന്നവരും ഇവിടെ ഇരിക്കുന്നവരും എല്ലാം എന്താ അവിടെ ഹീറ്റ് ആവും. അപ്പൊ എനിക്ക് എന്ത് വേണ്ട? ഇത്രയും ഇത് ആക്കാനായിട്ട് അവിടെ ഇത്രയും വലിയൊരു ബിറ്റ് വേണ്ട. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? മൈക്രോ ബിറ്റ് അവിടെ യൂസ് ചെയ്യണം. ഓക്കെ. അതായത് ചെറിയ ബിറ്റ് അവിടെ ഉണ്ടാകും. ഓക്കെ. അപ്പൊ ചില സോൾഡറിങ് അയൺസ് നമുക്ക് ഇതുപോലത്തെ ഒരു എന്താ സിസ്റ്റം കൂടി കൂടെ ഉണ്ടാവും. അതിൽ നമുക്ക് ടെമ്പറേച്ചർ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഓരോ മോഡ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ടിപ്പിക്കലി സാധാരണ കണ്ടുവരുന്ന നമുക്കിപ്പോൾ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ട് വരുന്നത് നമ്മൾ ലാബിൽ യൂസ് ചെയ്യുന്ന സിംഗിൾ ഇതാണ്. അത് നമ്മൾ ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് പവർ സപ്ലൈ കണക്ട് ചെയ്യും. കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ഹീറ്റ് ആവും. ഹീറ്റ് ചെയ്തോടെ യൂസ് ചെയ്യും. ഓക്കെ. നമ്മൾക്ക് ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള കമ്പൗണ്ട്സ് അല്ല സോൾഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യാത്തത്. ഇപ്പോൾ മൊബൈൽ ഫോണ്, ലാപ്പ് അതുപോലെ തന്നെ സിസ്റ്റം ഇതുപോലത്തെയൊക്കെ നമ്മൾ റിപ്പയർ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് അവിടെ അത്രത്തോളം വോൾട്ടേജും ടെമ്പറേച്ചർ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം ചില ഐസീസ് ഒക്കെ അവിടെ ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആണ്. അപ്പോൾ ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഐസീസിന്റെ പ്രത്യേകത നമ്മൾ ഒരുപാട് ടെമ്പറേച്ചർ ഈ സോൾഡറിങ് വഴി തന്നെ കൊടുത്തുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യും? ഐസിയോട് ബേൺ ആവും. ഓക്കെ. അപ്പോൾ നമ്മൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി അവിടെ ടെമ്പറേച്ചേഴ്സ് എന്ത് ചെയ്യാറുണ്ട്? കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. ടെമ്പറേച്ചേഴ്സ് അവിടെ കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. Okay, the soldering irons come in varying size. Okay, varieties and size. The soldering iron may be electrical, gas powered or externally heated. Okay, പല രീതിയിലുണ്ട്. ഇപ്പോൾ ഉള്ളതെല്ലാം ഇലക്ട്രിക്കൽ ആണ്. ഗ്യാസ് പവേർഡ് ഒക്കെ മുൻപ് ഉണ്ടായിരുന്നതാണ്. പുറത്ത് വെച്ച് ഹീറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ മോസ്റ്റ് കോമൺ ടൈപ്പ് ഇലക്ട്രിക് സിമ്പിൾ ഇലക്ട്രോണിക് സോൾഡറിങ് ഹാവ് നോ കൺട്രോൾ. ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ സാധാരണ യൂസ് ചെയ്യുന്നില്ല. കൺട്രോൾസ് ഒന്നും ഇല്ല. യു ക്യാൻ സിംപ്ലി പ്ലഗ് ദം ഇൻ ടു ദ ആൻഡ് വെയിറ്റ് ദം ഫോർ ഹീറ്റിംഗ്. അപ്പം ജസ്റ്റ് പ്ലഗിൽ കൊടുക്കുക. എന്ത് ചെയ്യുക? ഹീറ്റ് നമ്മുടെ സാധാരണ അയൺ ബോക്സ് ഒക്കെ ഹീറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പോലെ എന്ത് ചെയ്യണം? നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. പിന്നെ അയൺ ബോക്സിൽ കൺട്രോളർ ഉണ്ട്. ഓക്കെ. അതുപോലെ ഓക്കെ. The temperature regulated by the power of the heating element and heat loss to the environment. Some soldering and have temperature control allow user to set a desired operating temperature. Okay, ചിലതിന് എന്തുണ്ട്? ടെമ്പറേച്ചർ കളേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെമ്പറേച്ചർ വർക്കിംഗ് ടെമ്പറേച്ചർ അവിടെ ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ദിസ് ഈസ് യൂസ്ഫുൾ ഇഫ് ദ സോൾഡറിങ് ആൻഡ് ബീൻ യൂസ്ഡ് ഫോർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോൾഡർ വിച്ച് ഹാവ് ഡിഫറെന്റ് മെൽറ്റിംഗ് പോയിന്റ്. ഓക്കെ. അപ്പോൾ പല രീതിയിൽ ചില സോൾഡറിങ് അയൺസിന് തന്നെ സോൾഡറിങ് ഇതിന് തന്നെ സോൾഡേഴ്സിന് തന്നെ എന്തുണ്ടാവും? ചില മെൽറ്റിംഗ് പോയിന്റ് ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇതവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ദെൻ ഇത് യൂസ് ചെയ്ത് നമുക്ക് ഹീറ്റ് സ്ട്രിങ്ങിങ് അങ്ങനെ പല ആപ്ലിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. നിങ്ങളത് ജസ്റ്റ് അതുപോലെ നോക്കിയിരുന്നാൽ മതിയാവും. അതാണ് എന്ത് പറയുന്നത്? സോൾഡറിങ് അയൺ. പിന്നെ ഡിഫറെന്റ് ബിറ്റ് യൂസ് ചെയ്യും കേട്ടോ. ഡിഫറെന്റ് ബിറ്റ് ചെറിയൊരു മൈക്രോ ബിറ്റ്, നാനോ ബിറ്റ് അങ്ങനെ ഓരോ ഇതുണ്ട്. നമുക്ക് ഏതാണോ ആവശ്യം നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് എന്ത് ചെയ്യാം? അവിടെ മാറ്റി യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഫിക്സ്ഡ് ആയിട്ടിരിക്കുന്നതുണ്ട്. ഓക്കെ. ബിറ്റ് നമുക്ക് ചിലത് സോൾഡർ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും കുറച്ചുകൂടി. ഓക്കെ. ഇത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോൾഡറിങ് അയൺസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. ഡിഫറെന്റ് ടൈപ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ദെൻ ഇതിലും കാണിച്ചിട്ടുണ്ട് സോൾഡറിങ് അയൺ. ഇത് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിന്റെ ഫിഗറാണ്. ഓക്കെ. ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സോൾഡറിങ് അയൺ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. ടെമ്പറേച്ചർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതിലൊക്കെ. പിന്നെ ഇത് അതിന്റെ ഹോൾഡർ ആണ്. ഓക്കെ. ഹോൾഡർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്. ഡയറക്റ്റ് ആയിട്ടല്ല നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ ഓരോ അപ്പാരറ്റസിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഡിഫറെന്റ് ടിപ്പ് ഇവിടെ നമുക്ക് ടിപ്പ് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ എൻഡിൽ മാറ്റാൻ പറ്റും. പിന്നെ ഇതൊക്കെ ഇതിന്റെ സ്റ്റാൻഡ് നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റാൻഡ്. ഓക്കെ. ടിപ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. The heat is transferred from tip to the solder into the joint. The thermal conduction enabled by metal to metal contact between tip and joint. The tips of solder and comes in various size and shape to enable the best contact to be made. Okay. The tip are either conical or chisel shape. The shape is largely a personal preference and you can use whichever type of work best for you. Okay. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടിപ്പ് മാറ്റി യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ കോമൺ സെൻസ് ആണ്. ഓക്കെ. നമുക്കത് ഏതാണോ ആവശ്യം നമുക്ക് അതനുസരിച്ച് എന്ത് ചെയ്യാം? നമ്മുടെ ഇതിൽ നമ്മുടെ പ്രിഫറൻസ് മാറ്റാം. അത് ഇന്നത് ചെയ്യുന്ന സമയത്ത് ഇന്ന തന്നെ യൂസ് ചെയ്യണമെന്നില്ല. വലുത് വെച്ച് ചിലർ എന്ത് ചെയ്യും? ഞാനിപ്പോൾ തൊട്ട് മുൻപേ കാണിച്ചത് തന്നെ നല്ല കെയർഫുൾ ആയിട്ട് ചെയ്യാൻ അറിയുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് ഈ ഒരു സോൾഡറിങ് അയൺ വെച്ച് തന്നെ ഈ ഒരു ഇത് മാത്രമായിട്ടും ചിലപ്പോൾ ഇളക്കാൻ പറ്റും. ഓക്കെ. അതൊക്കെ നമ്മൾ എക്സ്പീരിയൻസും നമ്മൾ ചെയ്യുന്നത് പോലെ ഇരിക്കും. അപ്പോൾ അത് മൈക്രോ ബിറ്റോ നാനോ ബിറ്റ് തന്നെ വേണമെന്നില്ല. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ചെയ്താൽ മതിയാവും. ഓക്കെ. അപ്പോൾ നമ്മുടെ പ്രിഫറൻസ് ആണ്. പിന്നെ ഈ ഒരു മൊബൈൽ റിപ്പയറിങ് അതുപോലത്തെ സെൻസിറ്റീവ് ആയിട്ടുള്ള PCB ഒക്കെ റിപ്പയർ ചെയ്യുന്നവർ അതനുസരിച്ചുള്ള ബിറ്റുകൾ യൂസ് ചെയ്യാറുണ്ട്. കാരണം അത്രയും കെയർഫുൾ ആയിട്ട് ചെയ്യാനായിട്ട്. ഓക്കെ. അത്രയേ വരുന്നുള്ളൂ. അല്ല ഇന്ന് ചെയ്യുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്യണം എന്നൊന്നും അവിടെ വരുന്നില്ല. ഓക്കെ. ദെൻ ഈ ടിപ്പ് കണ്ടാമിനേറ്റ് ആവാറുണ്ട് കേട്ടോ.
ഈ ടിപ്പ് കണ്ടോ, ഇതാണ് ഒരു എൻഡ് എന്ന് പറയുന്നത്, ടിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും അറ്റം. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതെന്ത് ചെയ്യും, നമ്മൾ കൂടുതൽ പ്രാവശ്യം സോൾഡറിലൂടെ ഓക്സിഡേഷൻ ലെയേഴ്സ് ഒക്കെ ഫോം ചെയ്യും, അല്ലെങ്കിൽ ചെറിയ ഈ സോൾഡറിന്റെ എന്താ പാർട്ടിക്കിൾസ് ഒക്കെ അവിടെ പറ്റി പിടിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അവിടെ എന്ത് ചെയ്യാറുണ്ട്, അവിടെ നമ്മൾ റിമൂവ് ചെയ്യണം. അപ്പോൾ നമുക്കത് തണുത്ത് കഴിഞ്ഞാൽ ഒരിക്കലും റിമൂവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ടെക്നിക്ക് എന്ന് വെച്ചാൽ സോൾഡറിങ് ആൻഡ് ഹീറ്റ് ആയിരിക്കുന്ന സമയത്ത് ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ബ്രാസ് ഊൾ ടൈപ്പ് ടിപ്പ് ക്ലീനേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഈ ഡിഷ് വാഷേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിൽവർ കളറിലിരിക്കും, നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കാര്യം. ഓക്കെ, സ്പ്രിംഗ് ടൈപ്പ് ഒന്നെങ്കിൽ അത് യൂസ് ചെയ്യാം. ഓക്കെ, ഇല്ലെങ്കിൽ സാധാരണ യൂസ് ചെയ്യുന്ന ഈ ബ്രാസ് ഊൾ ടൈപ്പാണ്. ഇത് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ചില സമയത്ത് സോൾഡറിങ് ഒക്കെ വാങ്ങുന്നതിന്റെ കൂടെ തന്നെ ഒരു സ്റ്റേഷനായിട്ട് വാങ്ങുവാണെങ്കിൽ കിട്ടും. ഓക്കെ, കംപ്ലീറ്റ് സെറ്റപ്പ് ആയിട്ട് വാങ്ങുവാണെങ്കിൽ ഇത് തന്നെ കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഇത് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ക്ലീൻ ചെയ്യാൻ പറ്റും. ഒരിക്കലും ക്ലോത്ത് ഒന്ന് യൂസ് ചെയ്ത് ഇത് ക്ലീൻ ചെയ്യാനായിട്ട് പോകല്ല. എത്ര കട്ടിയുള്ള ക്ലോത്ത് ആണെങ്കിലും ഹീറ്റ് ആയിരിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യും, അവിടെ അത് പെട്ടെന്ന് ഉരുക്കി പിടിക്കും. ഓക്കെ, അപ്പോൾ അവിടെ ഓക്സിഡൈസേഷൻ സോൾഡേഴ്സ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ മാറ്റാനായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള വൈപ്പിംഗ് ഇത് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് യു മസ്റ്റ് നോട്ട് വൈപ്പ് ദ ടിപ്പ് ഓഫ് ദ ബ്രാസ് ഓൾ ടൈപ്പ് ബിക്കം സ്പ്രിംഗ്ലെസ് ബ്രാസ് ഓൾ മേക്ക് ഫ്ലിക്കർ മോൾട്ടൺ സോൾട്ട്. ഓക്കെ, ഒരിക്കലും എന്ത് ചെയ്യല്, ഒരുപാട് ഇത് ചെയ്യല്ല. കാരണം എന്ത് ചെയ്യും, ഇത് ഉരുക്കി പിടിക്കാൻ ചാൻസ്, ഹീറ്റ് ആണല്ലോ, അതുകൊണ്ട്. ഓക്കെ, അങ്ങോട്ട് എന്ത് ചെയ്യുക, പതുക്കെ അത് ഇതാക്കുക. ഓക്കെ, ആ ഒരു സമയത്ത് എന്ത് ചെയ്യും, അത് അവിടെ നിന്ന് റിമൂവ് ചെയ്ത് വരും. ഓക്കെ, ഓക്കെ, അതാണ് ആ ഒരു ബ്രാസ് വൂൾ ടൈപ്പ് ടിപ്പ് ക്ലീനർ എന്ന് പറയുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത്, ഇത് നമുക്കിപ്പോൾ ഇതിനകത്ത് പറയുന്നില്ല, ജസ്റ്റ് ഇതിനകത്തുള്ള ഞാൻ പറയുന്ന ഓവൻസും ഹോട്ട് പ്ലേറ്റ്സും. ഇത് വേറൊന്നുമല്ല, നമ്മൾ പറഞ്ഞു ഈ SMD കമ്പോണന്റ്. ഈ SMD കമ്പോണന്റ് ശരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പോയിട്ട് ഓരോ ലീഡായിട്ട് സോൾഡർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മളോട് ചെയ്യുന്ന ടെക്നിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്യും, നമ്മളൊരു പേസ്റ്റ് അപ്ലൈ ചെയ്യും. ഓക്കെ, ഒരു പേസ്റ്റ്, സോൾഡറിങ് പേസ്റ്റ് അപ്ലൈ ചെയ്യും. അതിന്റെ പുറത്ത് എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു SMD കമ്പോണന്റ് വെക്കും. അതിന് ശേഷം നമ്മൾ ഇതുപോലത്തെ ഓവനിലോ അല്ലെങ്കിൽ ഹീറ്റിംഗ് പ്ലേറ്റ്സിലോ നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ അത് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ഓവൻ ഹോട്ട് പ്ലേസ് പ്ലേസ് ചെയ്യും. നമ്മൾ സാധാരണ ഒരു അയൺ ബോക്സിലേക്ക് പുറത്ത് വയ്ക്കുന്ന ഫീലിംഗ്. ഓക്കെ, അങ്ങനെ വയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇതവിടെ പതിയെ ഈ പേസ്റ്റ് മെൽറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഉരുകിയിട്ട് എന്ത് ചെയ്യും, അതവിടെ ബോണ്ടായിട്ട് മാറും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഓവൻസ് അല്ലെങ്കിൽ ഹോട്ട് പ്ലേറ്റ്സ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ. പിന്നെ ഡീസോൾഡറിങ്. ഓക്കെ, ഡീസോൾഡറിങ് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ തിരിച്ച് ഡീസോൾഡർ എടുക്കണം. അതായത് അൺസോൾഡർ ചെയ്യണം. ചില കമ്പോണൻസ് നമ്മൾ വയ്ക്കുമ്പോൾ ഇപ്പോൾ ഏതെങ്കിലും മിസ്റ്റേക്ക് പറ്റിയോ അല്ലെങ്കിൽ ഫോൾട്ട് ആവേച്ച് നമുക്ക് എന്ത് ചെയ്യണം, അവിടെ നമുക്ക് അൺസോൾഡർ ചെയ്യണം. അപ്പോൾ അൺസോൾഡർ ചെയ്യാനായിട്ട് നമുക്ക് പ്രത്യേകം ടെക്നിക്സ് ഉണ്ട്. ഓക്കെ, അൺസോൾഡർ അല്ലെങ്കിൽ ഡീസോൾഡർ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ എന്ത് യൂസ് ചെയ്യുന്നത് അറിയാമോ, സോൾഡറിങ് വിക്ക്, അതുപോലെ സിറിഞ്ച് സക്കർ, ഇതുപോലത്തെ കേസ് നമ്മൾ എന്ത് ചെയ്യും, അവിടെ യൂസ് ചെയ്യും. ഓക്കെ, എന്ന് വെച്ചാൽ ഈ സോൾഡറിങ് വിക്ക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, പതിയെ ഈ ഇരിക്കുന്ന സോൾഡറിന് അവിടെ നിന്ന് നമ്മൾ ആ ഒരു കമ്പൗണ്ട് സോൾഡർ വെച്ചേക്കുമല്ലോ, ആ സോൾഡർ ചെയ്ത് ഇങ്ങനെ നമ്മൾ സോൾഡർ വെച്ച് വെച്ചോളൂ. ഈ ഒരു ഇതിനകത്ത് ഞാനിങ്ങനെ സോൾഡർ ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ സോൾഡർ ഞാൻ കൊണ്ടുവന്നിട്ട് പതുക്കെ എന്ത് ചെയ്യും, ഇതിനെ ഒന്ന് ഹീറ്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, ഹീറ്റ് ചെയ്യുമ്പോൾ ഇത് എന്ത് ചെയ്യും, പതുക്കെ മെൽറ്റ് ആവും. മെൽറ്റ് ആകുമ്പോൾ ഈ സോൾഡറിങ് വിക്ക്, ഇതെന്ന് വെച്ചാൽ കോപ്പർ ടൈപ്പ് ആയിട്ടുള്ളൊരു വയറാണ്. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യും, വച്ചിട്ട് പതുക്കെ ഹീറ്റ് ആക്കുമ്പോൾ ഈ സോൾഡർ ഇവിടെ ഇരിക്കുന്ന കമ്പോണന്റിൽ നിന്നും എന്തിലോട്ട് മാറും, ഈ വിക്കിലോട്ട് അങ്ങ് മാറും. ഓക്കെ, ഈ ഒരു കോപ്പർ വിക്കിലോട്ട് എന്ത് ചെയ്യും, ഇതിലോട്ട് അങ്ങ് പടർന്ന് പോകും. ഓക്കെ, ഇങ്ങോട്ട് എന്ത് ചെയ്യും, മൂവ് ചെയ്തത് ഇങ്ങനെ അങ്ങ് പോകും. ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ പിന്നെ സോൾഡർ കാണത്തില്ല. ആ കമ്പൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് മാറ്റാം. ഇല്ല അങ്ങനെ മാറ്റിയില്ലെങ്കിൽ തന്നെ വേറൊരു ഇതാണ് ഈ സിറിഞ്ച് ടൈപ്പ് സക്കർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സക്കർ മീൻസ് ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ആക്കുക. ഹീറ്റ് ആക്കിയിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്ത് വെക്കണം. ഓക്കെ, പ്രസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പതുക്കെ വെച്ചൊന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ വാക്യൂം കാരണം എന്ത് ചെയ്യും, ഈ സോൾട്ട് ഇതിനകത്തോട്ട് സക്ക് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഇതും നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ഹോട്ട് എയർ നോസിൽസ് ആണ്. ഹോട്ട് എയർ നോസിൽസ് യൂസ് ചെയ്യുന്നത് നമ്മുടെ SMD കമ്പോണൻസ് എന്ത് ചെയ്യാൻ, അൺസോൾഡർ ചെയ്യാനാണ്. കാരണം ഇതിനകത്ത് നിന്ന് ഹോട്ട് എയർ പുറത്തോട്ട് വരും. അപ്പോൾ ആ ഹോട്ട് എയർ വന്നിട്ട് എന്ത് ചെയ്യും, ആ ഏത് SMD കമ്പോണന്റ് ആണോ നമുക്ക് റിമൂവ് ചെയ്യേണ്ടത്, അത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ റിമൂവ് ചെയ്യാൻ പറ്റും. ഞാൻ ലാസ്റ്റ് ഇതിന്റെ വീഡിയോസ് ഇവിടെ കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, ഹസാർഡ്സ്. ഓക്കെ, എന്തൊക്കെയാണ് കെയർഫുൾ കാര്യങ്ങൾ നമ്മളിവിടെ നോക്കേണ്ടത്. ഓക്കെ, എന്തൊക്കെ നമ്മളവിടെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഹീറ്റ് ആണ്. നമുക്കറിയാം എല്ലാം ഹീറ്റ് ആണ്, സോൾഡറിങ്. സോ എന്ത് ചെയ്യുക, കൈയൊക്കെ പൊള്ളാതെ നമ്മളവിടെ ശ്രദ്ധിച്ചോളണം. ഡ്രസ്സ് ശ്രദ്ധിക്കണം. ഓക്കെ, ഡ്രസ്സിലൊക്കെ സോൾഡറിങ് കൊണ്ടാലും പെട്ടെന്ന് എന്ത് ചെയ്യും, ബേൺ ആവും. തീ പിടിക്കത്തൊന്നും നടക്കത്തില്ല, പെട്ടെന്ന് ബേൺ ആവും ആ ഒരു സ്ഥലം. ഓക്കെ, നമ്മൾ എന്തായാലും കോളേജിൽ ഇരിക്കുമ്പോൾ യൂണിഫോം ഒക്കെ ഇട്ടുകൊണ്ടായിരിക്കും നിൽക്കുന്നത്. സോ അത് പോളിസ്റ്റർ ആയിരിക്കും കൂടുതലും. സോ എന്ത് ചെയ്യാറുണ്ട്, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് ഡ്രസ്സിൽ പറ്റാതെ നോക്കണം, നമ്മുടെ ദേഹത്ത് കൊള്ളാതെ നോക്കണം, പ്രത്യേകിച്ച് കയ്യിൽ. ഓക്കെ, സോൾഡറിങ് ഒക്കെ ഹീറ്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ സോൾഡറിങ് ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ നോക്ക്, ഇത് സോൾഡറിങ് ആണല്ലേ. ഇവിടെയാണ് നമുക്ക് പിടിക്കേണ്ടത്. ഈ ഒരു മഞ്ഞ പിടിയോ അല്ലെങ്കിൽ ഒരു നീല പിടിയോ ഒക്കെ ഇവിടെ ഉണ്ടാവും. അതാണ് ഹോൾഡർ നമുക്ക് പിടിക്കേണ്ടത്. പക്ഷെ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യുക, നമ്മൾ ചെന്ന് പേനയൊക്കെ എടുക്കുന്ന പോലെ
ഇത് ഹീറ്റ് ചെയ്യുന്ന സമയം എന്ത് ചെയ്യും? ഇവിടെ ചെന്ന് പിടിക്കും. പിടിച്ചാൽ ആ എടുക്കുന്ന 4 വിരലും എന്ത് ചെയ്യും? നല്ല രീതിയിൽ പൊള്ളും. കാരണം അത്രയും ടെമ്പറേച്ചർ ഇവിടെ ഉണ്ട്. ഓക്കെ, ടെമ്പറേച്ചർ അവിടെ ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചോണം. ഇത് ഓൺ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്ത സമയത്ത് എന്ത് ചെയ്യുക? ഓഫ് ചെയ്തിട്ട് പോവുക. ഓക്കെ, ലാബിലൊക്കെ നിൽക്കുന്ന സമയത്ത് നീ പോവുകയാണെങ്കിൽ സോൾഡറിങ് എന്തിനാ ഓഫ് ചെയ്യാൻ. കാരണം ഓവർ ഹീറ്റ് വന്നാലും ഇത് കംപ്ലൈന്റ് ആയി പോകും. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യാം? അതിനവിടെ ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം പുറത്തോട്ടൊക്കെ പോകാനായിട്ട്. ആവശ്യമുള്ള സമയത്ത് മാത്രം ഓൺ ചെയ്യുക. കാരണം ഹീറ്റ് ആയി വരാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. ഓക്കെ, ചെറിയൊരു സമയം മാത്രം മതി. സോ അതുകൊണ്ട് ആവശ്യമുള്ളത് മാത്രം ഓൺ ചെയ്യുക. അല്ലാത്ത സമയത്ത് എന്ത് ചെയ്യുക? അതവിടെ ഓഫ് ചെയ്ത് വെക്കുക. ഓക്കെ, അതാണ് സോൾഡറിംഗ് അവിടെ വരുന്നത് കേട്ടോ. പിന്നെ വരുന്നത് ഇതിന്റെ കെമിക്കൽസ് ആണ്. ടോക്സിക് കെമിക്കൽസ് അവിടെ നിന്ന് വരാറുണ്ട്. അപ്പോൾ ടോക്സിക് കെമിക്കൽസ് വരുന്നതുകൊണ്ട് തന്നെ ഈ ലെഡൊക്കെ ടോക്സിക് ആണ്. അതുപോലെ തന്നെ ആ ഫ്ലെക്സിലൊക്കെ വരുന്ന കെമിക്കൽസ് ഉണ്ട്. അപ്പോൾ മെയിനായിട്ടും ചെയ്തതിന് ശേഷം നല്ലോണം കൈ കഴുകിയിട്ട് വേണം ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോകാനായിട്ട്. ഓക്കെ, ഫുഡ് കഴിക്കുന്ന സമയത്തായാലും എന്ത് ചെയ്യണം? കയ്യിൽ എന്തെങ്കിലും പരിക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നല്ല സോപ്പൊക്കെ യൂസ് ചെയ്ത് കഴുകിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? വാഷ് ചെയ്തിട്ട് വേണം ഫുഡ് കഴിക്കാനായിട്ടൊക്കെ പോകാനായിട്ട്. അല്ലാതെ തന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും സ്നാക്സോ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും എന്ത് ചെയ്യില്ല, കൺസ്യൂം ചെയ്യില്ല. കാരണം കഴിക്കല്ല. കാരണം എന്ത് പറ്റും? ഈ കെമിക്കൽസ് നമ്മൾ അറിയത്തില്ല. ഈ സോൾട്ടിന്റെയൊക്കെ ചെറിയ ചെറിയ പീസസ് നമ്മുടെ കയ്യിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കും. അതെന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിലോട്ട് പോകും. ഓക്കെ, അതുപോലെ തന്നെ ആ ക്രിയേറ്റ് ചെയ്യുന്ന ഫ്യൂംസ് അല്ലെങ്കിൽ അതിന്റെ ആ സ്മോക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ശ്വസിക്കാനായിട്ട് പാടില്ല. കാരണം അതും എന്താണ്? ഹാർംഫുൾ ആണ്. ഓക്കെ, അപ്പോൾ അതിന് ആ ഒരു എക്സ്ക്രീഷൻ സിസ്റ്റം നമുക്ക് അവിടെ യൂസ് ചെയ്യാം. പിന്നെ ഈ സ്പ്ലാറ്ററിംഗ്, ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ സോൾട്ടും ഫ്ലക്സും കൂടി വരുന്ന സമയത്ത് ചില സമയത്ത് എന്ത് ചെയ്യും? ഇത് അവിടുന്ന് തെറിച്ച് കണ്ണിലോട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ സേഫ്റ്റി ഗ്ലാസസ് അവിടെ യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. പിന്നെ പറയുന്ന ഇലക്ട്രിക്കൽ സേഫ്റ്റി നമുക്കറിയാം. ഈ ഒരു സോൾഡർ എന്ന് പറഞ്ഞാൽ കറണ്ടിൽ ഡയറക്റ്റ് ആയിട്ട് കൊടുത്ത് പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് സോൾഡർ. സോ അതുകൊണ്ട് എന്ത് ചെയ്യണം? അങ്ങനെ നമുക്ക് കൊടുത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് എന്ത് പറ്റാം? അവിടെ ഇലക്ട്രിക്കൽ ഷോക്സിന്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. സോ അതുകൊണ്ട് എന്ത് ചെയ്യണം? അവിടെ കറക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന സോൾഡർ മാത്രമേ യൂസ് ചെയ്യാവൂ. ഒരിക്കലും ഡാമേജ്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും വയറിലൊക്കെ പ്രശ്നങ്ങളുള്ളതോ ഒന്നും എടുത്ത് വെച്ച് സോൾഡർ ചെയ്യരുത്. കാരണം നമ്മൾ ഡയറക്റ്റ് കറണ്ടിൽ കൊടുത്തിട്ടാണ് 230 വോൾട്ട് കൊടുത്തിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, നമ്മുടെ സാധാരണ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു മഞ്ഞ കളറിലുള്ള സോൾഡേഴ്സ് നിങ്ങൾ ലാബിലൊക്കെ അതായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ മീൻസ് ഡയറക്റ്റ് 230 വോൾട്ട് ആണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആണ് 230 വോൾട്ട് എന്ത് ചെയ്യുന്നത്? കൈകൊണ്ട് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യല്? സോൾഡർ ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളണം കേട്ടോ. കാരണം നമ്മൾ സാധാരണ 5 വോൾട്ട് അഡാപ്റ്റർ കൊടുത്തിട്ടൊന്നും അല്ല. ഓക്കെ, 230 വോൾട്ട് മെയിൻ ഇതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് അവിടെ നിൽക്കുവാണ്. എന്തെങ്കിലും ആ ഒരു ഒയറിൽ ഫ്രാക്ചർ സംഭവിക്കാൻ വേറെ റീസൺ ചിലപ്പോൾ ഈ സോൾഡർ നിങ്ങൾ കെയർലെസ്നെസ് ആയിട്ട് വെച്ചിരിക്കുവാണെങ്കിൽ ഈ സോൾഡറിന് എന്ത് ചെയ്യും? അതിന്റെ ഒയറിൽ തന്നെ മെൽറ്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, തിരിച്ചു വല്ലതും എന്തെങ്കിലും തട്ടി വല്ലതും ഇരിക്കുവാണെങ്കിൽ. അപ്പോൾ അങ്ങനെ വന്നാൽ അവിടെ ഇലക്ട്രിക് ഷോക്ക് വരേണ്ട ചാൻസ് ഉണ്ട്. സോ യൂസ് ചെയ്യുന്ന സോൾഡറിൽ വേറെ ഫ്രാക്ചറോ ബാക്കിയൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്? അവിടെ നിങ്ങൾ അത് യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ദീസ് ആർ കോൾഡ് ദ സേഫ്റ്റി മെഷേഴ്സ്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്യേണ്ട സേഫ്റ്റി മെഷേഴ്സ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ സോൾഡർ ബന്ധപ്പെട്ട് ഇതിൽ നോക്കാനായിട്ട് വരുന്ന ടോപ്പിക്സ്. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം. നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൽ പ്രത്യേകിച്ച് അതിനകത്തൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്സ് ഞാൻ അല്ലാത്ത നോട്ട്സ് യൂസ് ചെയ്തിപ്പോൾ എടുത്തു തരുന്നത്. ഓക്കെ, ഏതിലായാലും സെയിം തന്നെ സോൾഡറിംഗ് ഇത് തന്നെ നമുക്കിവിടെ വരുന്നത്. ഓക്കെ, ഫ്ലെക്സ് എന്താണ്? സോൾഡർ എന്താണ്? ഓക്കെ, ഓക്സിഡേഷൻ പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ ഫ്ലെക്സ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓക്സിഡേഷൻ പ്രിവെന്റ് ചെയ്യാൻ. പിന്നെ സോൾഡേഴ്സ്, ഓക്കെ, ലെഡ് ഫ്രീ ആയിട്ടുള്ളതുണ്ട്, ലെഡ് ഉള്ളതുണ്ട്. ഡിഫറെന്റ് ഗേജസ് ടൈപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്? അതവിടെ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് രണ്ട് സോൾഡറിംഗ് ടെക്നിക്സ് എങ്ങനെ നമുക്കിവിടെ നോക്കാം. ഓക്കെ, ഈ കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഒരു സോൾഡറിംഗ് സ്റ്റേഷൻ. ഓക്കെ, കാരണം സോൾഡറിംഗ് സ്റ്റേഷൻ എല്ലാ സാധനവും വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ നമുക്കിപ്പോൾ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് സോൾഡർ വെച്ചിരിക്കുന്നത്. കണ്ടോ, ബ്രാസ് വിക്ക് വെച്ചിരിക്കുന്നത് നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ട. പിന്നെ സോൾഡർ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതാണ് സോൾഡറിംഗ് അയൺ. ഓക്കെ, അപ്പോൾ നമ്മൾ സോൾഡർ ചെയ്യുന്നത് എന്ത് ചെയ്യും? നമ്മൾ ആദ്യം സ്വിച്ച് ഓൺ ചെയ്യും. ഫസ്റ്റ് നമ്മൾ ഇതിനെ ക്ലീൻ ചെയ്യണം. കണ്ടോ, എന്ത് ചെയ്യുക? ഇവിടെ നമ്മൾ ക്ലീൻ ചെയ്യുക. ഓക്കെ, ഇതിലിപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നതിന് മുൻപ് തന്നെ എന്ത് ചെയ്യും? ജസ്റ്റ് ഒന്ന് ഒരു പേപ്പറിൽ കാണിക്കുന്നത് നമ്മൾ ചെയ്യാറില്ല. കാണിക്കാൻ വേണ്ടി. ഓക്കെ, കൈയൊക്കെ പൊള്ളുമെന്ന് കാണിക്കേണ്ട ആ ഒരു വീഡിയോയിൽ കാണിക്കുന്നതേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യില്ല? ഉണ്ടോ സേഫ്റ്റി മെഷേഴ്സ് കണ്ണിൽ ഗൂഗിൾസ് വെക്കണം. അതുപോലെ തന്നെ അത്രയും ചൂടുണ്ട്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക? ഇനി നമ്മുടെ അയണിനെ എന്ത് ചെയ്യുക? ഹീറ്റ് ചെയ്യുക. ഓക്കെ, നമുക്കിപ്പോൾ ഉള്ളതിൽ ഇവിടെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലാബിൽ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറ്. ബട്ട് നോർമലി എന്തുണ്ട് അങ്ങനത്തെ ഇൻസ്റ്റന്റ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവിടെ സോൾട്ടിങ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ സോൾട്ട് ഹോൾഡിൽ വെക്കുവാണ്. ഓക്കെ, സോൾട്ട് എന്ത് ചെയ്യുന്നു? നമ്മളൊരു ഹോൾഡറിൽ വെക്കുവാണ്. നമ്മൾ കൈ കൊണ്ട് തന്നെ പിടിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി ഒരു ഹോൾഡറിൽ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ വെച്ചാൽ മതി. ആ റെസ്റ്റ് വഴി നമുക്ക് എന്ത് ചെയ്യണം? അതിനെ സോൾഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ റെസ്റ്റ് സോൾഡർ ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ കമ്പോണന്റ് ആയിട്ടാണ് സോൾഡർ എന്ത് ചെയ്യാം? നമുക്ക് ഇതുപോലെ കണക്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ആ ഒരു പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് പല സിറ്റുവേഷനിൽ സോൾഡർ ചെയ്താൽ കാണിക്കുന്നത്. നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? ആ ഹീറ്റ് ചെയ്യുന്നതിന് പതിയെ നമ്മൾ അതിനെ ക്ലീൻ ചെയ്യുവാണ്. ഓക്കെ, നല്ലവണ്ണം ക്ലീൻ ചെയ്തെടുത്തു. ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? അതിലോട്ട് പതിയെ ആ ഒരു ലെഡ് കാണിച്ചു കൊടുക്കുക. ഓക്കെ, ആദ്യം ഒന്ന് ലെഡ് കാണിച്ച് അതൊന്ന് ഹീറ്റ് ചെയ്യിപ്പിക്കണം. ഓക്കെ, പ്രീ ഹീറ്റ് ചെയ്യിപ്പിക്കുക. വീണ്ടും എന്ത് ചെയ്യുക? ആ ബ്രാസ് പിക്കിൽ ഒന്നുകൂടി അതിനൊന്ന് ഡിപ്പ് ചെയ്ത് ഒന്നുകൂടി ഒന്ന്
ഒന്ന് ജോയിൻ ചെയ്യാൻ. പെട്ടെന്ന് ചിലപ്പോൾ എന്ത് ചെയ്യത്തില്ല, സോൾഡറിങ് അതിൽ പിടിക്കത്തില്ല. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് സോൾഡറിങ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ആ ഒരു വയറാണ് സോൾഡർ എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടോ ആ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അയൺ എന്ത് ചെയ്തു, നല്ല രീതിയിൽ ക്ലീൻ ചെയ്തു. ഇനി നമ്മൾ കണ്ടോ അതൊക്കെ ഇങ്ങനെ വെച്ച് ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്തതുപോലെ കാണിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവിടെ സോൾഡർ ചെയ്യേണ്ടത്. കണ്ടല്ലോ. അപ്പോൾ ആ ഒരു നമ്മുടെ കമ്പോണന്റ് എന്ത് ചെയ്തു, നമ്മളിപ്പോൾ ആ ഒരു റെസിസ്റ്റർ അവിടെ സോൾഡർ ചെയ്തു. അപ്പോൾ അതൊക്കെ സോൾഡർ അവിടെ വെച്ച് ഹീറ്റ് ചെയ്യുക, സർഫസ് ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അവിടെ പതിയെ ആ ഒരു സോൾഡർ അവിടെ അപ്ലൈ ചെയ്യുക. കണ്ടോ, അല്ല ഒരിക്കലും തിരിച്ചു വെച്ചിട്ട് ചെയ്യല്ലേ. ഓക്കെ, ആദ്യം ഹീറ്റ് ചെയ്തിട്ട് പിന്നെ സോൾഡർ വെച്ച് അങ്ങനെയൊന്നും ചെയ്യില്ല. എന്ത് ചെയ്യത്തില്ല, അവിടെ പിടിക്കത്തില്ല. നമ്മൾ ആ ഏത് സർഫസ് ആണോ നമുക്ക് അവിടെ സോൾഡർ ചെയ്യേണ്ടത് അവിടെ ഇങ്ങനെ പതുക്കെ ഹീറ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒരു സൈഡിൽ എന്ത് ചെയ്യുക, ഇതുപോലെ സോൾഡർ അവിടെ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ആ ഒരു കോൺടാക്ട് അവിടെ വരും. കണ്ടോ, ഹീറ്റ് ചെയ്യുന്നു. അതായത് ശരിക്കും ആ ഒരു സോൾഡർ വെച്ചിട്ട് അവിടെ എന്ത് ഹീറ്റ് ആവണം, ആ ഇരിക്കുന്ന വയർ അല്ലെങ്കിൽ ആ കമ്പോണന്റ് ആ ലെഡ് അവിടെ ലീഡ് എന്ത് ചെയ്യണം, അവിടെ ഹീറ്റ് ആവണം. ഓക്കെ, എന്നാൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു കോൺടാക്ട് അവിടെ കിട്ടുള്ളൂ. ഓക്കെ, അല്പസമയം നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയാ, അതവിടെ കൂൾ ആവാനായിട്ട്. ഓക്കെ, എന്നിട്ട് എന്ത് കറക്റ്റ് അവിടെ നോക്കുക, കറക്റ്റ് ആയിട്ടുള്ള സോൾഡിങ് ആയിട്ടുണ്ടോ എന്ന കേസൊക്കെ എന്ത് ചെയ്യും, നമ്മളിവിടെ ഒന്ന് ചെയ്ത് നോക്കണം. ഓക്കെ, കണ്ടോ, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, മൂവ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സോൾഡറിങ് ടെക്നിക്സ്. ഇങ്ങനെയൊക്കെ ഒരു സോൾഡറുകളൊന്നും ഒരിക്കലും അത് പിടിക്കത്തില്ല. ഉണ്ടോ, അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം ലെഡിൽ കുറച്ച് സോൾഡർ പേസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവന്ന കമ്പോണന്റിൽ കാണിച്ചാൽ എന്ത് ചെയ്യത്തില്ല, അതോടെ ഒരിക്കലും അതവിടെ ആവത്തില്ല, നേരാവണ്ണം ഒന്നും സോൾഡർ ആവില്ല. ഓക്കെ, ഇങ്ങനെയൊക്കെ വെച്ച് സോൾഡർ ചെയ്താൽ അത് കറക്റ്റായിട്ട് വരില്ല. നമ്മൾ എന്ത് ചെയ്യണം, ആ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യണം, അവിടെ നമ്മൾ ചെയ്യണം. കറക്റ്റായിട്ട് ആദ്യം അത് ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യുക, പതുക്കെ സോൾഡർ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇതാണ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് സോൾഡറിങ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് നോക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഡീസോൾഡറിങ് ടെക്നിക്കാണ്. എങ്ങനെയാണ് നമുക്ക് ഡീസോൾഡർ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സോൾഡർ സർക്കർ എന്ന് പറയുന്നത്, ഡീസോൾഡറിങ് പമ്പ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ തൊട്ട് മുമ്പ് ഞാൻ കാണിച്ചില്ല ആ ഒരു നോട്ടിൽ. അപ്പോൾ ഇതാണ് ആ ഡീസോൾഡറിങ് പമ്പ് അല്ലെങ്കിൽ ഡീസോൾഡറിങ് സക്കർ എന്ന് പറയുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിട്ട് റിലീസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു വാക്യൂം എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും. ഇത് എന്ത് ചെയ്യും, ഇതിനെ അങ്ങ് വലിച്ചെടുത്തോളും. ആ സോൾഡറിങ് എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് അതിലോട്ട് എന്ത് ചെയ്യും, വലിച്ച് എടുക്കും. ഓക്കെ, ഇൻഹേൽ ചെയ്ത് എടുക്കും. അപ്പോൾ അങ്ങനെ കഴിയുമ്പോൾ നമുക്ക് ആ സോൾഡർ അവിടെ എന്താ പെട്ടെന്ന് തന്നെ അങ്ങ് റിമൂവ് ആയി പോകും. നമുക്ക് അല്ലാതെ പെട്ടെന്ന് റീസോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ തന്നെ സോൾവ് ചെയ്യും. ഇതാണ് സോൾഡറിങ് വിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു കോപ്പർ സ്ട്രിപ്പ് ആണ് സോൾഡറിങ് വിക്ക് അല്ലെങ്കിൽ സോൾഡർ ബ്രേഡ് എന്ന് പറയും. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യും, സോൾഡർ പെട്ടെന്ന് പറ്റി പിടിക്കും. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്തിട്ട് എവിടെയാണോ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, റീസോൾവ് ചെയ്യേണ്ടത് അവിടെ നമ്മൾ എന്ത് ചെയ്യണം, കൊണ്ടുവന്നതിനെ കാണിക്കണം. കണ്ടോ, ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്യും, ആ സോൾഡർ മിക്ക അവിടെ ഒരുപാട് ഇങ്ങനെ ഫൈബേഴ്സ്, ആ ഫൈബേഴ്സിലോട്ട് പെട്ടെന്ന് എന്ത് ചെയ്യും, സോൾഡർ പറ്റി പിടിക്കും. ഓക്കെ, അങ്ങനെ പറ്റി പിടിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ പെട്ടെന്ന് അതിനെ റിമൂവ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, ഹീറ്റ് ചെയ്തിട്ട് പതുക്കെ പുള്ളി എടുക്കുന്ന ടെക്നിക്കും ഉണ്ട്. നമുക്ക് ആ ഡീസോൾഡറിങ് പമ്പും അതാണ് അവിടെ വരുന്നത്. ഓക്കെ, മെല്ലെ കംപ്ലീറ്റ് ഹീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാം, പുഷ് ചെയ്തെടുക്കാം. പക്ഷേ അത് ഡാമേജ് ഉണ്ടാക്കാറുണ്ട്, ലീഡുകൾ ഡാമേജ് വരുത്താറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടുത്തെ ഡീസോൾഡറിങ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് SMD കമ്പോണന്റ് എങ്ങനെയാണ് സോൾഡറിങ് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു പേസ്റ്റ്, സോൾഡറിങ് പേസ്റ്റ് ആണ്. ഓക്കെ, സോൾഡർ പേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ആ ലീഡുകളിൽ സോൾഡറിങ് പേസ്റ്റിന് അപ്ലൈ ചെയ്യും. ഓക്കെ, അതങ്ങനെ കെയർഫുൾ ആയിട്ടല്ല, ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇത് വളരെ ചെറുതാണ്, സൂം ചെയ്ത് കാണിച്ചിരുന്നത്. ഇതാണ് നമ്മുടെ ആ ഒരു SMD കമ്പോണന്റ്. ഇതൊരു കപ്പാസിറ്റർ ആണ് കേട്ടോ. അവിടെ നമുക്ക് പ്രത്യേകിച്ച് ലീഡ് കാണത്തില്ല, ഇങ്ങനെ രണ്ട് ടെർമിനൽസ് മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വയ്ക്കാം. വച്ചതിന് ശേഷം ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഹോട്ട് എയർ സ്റ്റേഷൻ, എന്തെങ്കിലും ഒരു ഹോട്ട് എയർ എന്ത് ചെയ്യുക, സപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഹീറ്റിംഗ് പാഡിൽ വയ്ക്കുക. ഓക്കെ, വെച്ചുണ്ടോ, ഹോട്ട് എയർ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും വീണ്ടും ഇങ്ങനെ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഹീറ്റ് ചെയ്യുമ്പോൾ ഇതെന്ത് ചെയ്യും, ഈ സോൾഡർ അതിന്റെ ആ മെറ്റൽ പാർട്ടിൽ മാത്രമായിട്ട് എന്ത് ചെയ്യും, അവിടെ കോൺടാക്ട് വരും. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യും, അതവിടെ സോൾഡറായി ജോയിന്റ് ആവും. ഓക്കെ, ഇതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സോൾഡർ ചെയ്യാനായിട്ട്. ഓക്കെ, ദെൻ അടുത്ത് നമ്മൾ ചെയ്യുന്നതാണ് ഫ്ലെക്സ്. ഇതാണ് അവിടുത്തെ ഫ്ലെക്സ്. നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് ഫ്ലെക്സ് അവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. ഈ ഫ്ലെക്സ് പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ കമ്പോണന്റ് വെക്കുന്നുണ്ട്. ഓക്കെ, കമ്പൗണ്ട് വെക്കുന്നുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ദേ ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ സോൾഡർ കൊടുക്കാൻ പറ്റും. ഓക്കെ, സോൾഡറിങ് പേസ്റ്റ് വന്നിട്ട് എന്ത് ചെയ്യാം, സോൾഡറിങ് അതിൽ വെച്ച് സോൾഡർ ചെയ്യാം. രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ ഈ ഒരു SMD കമ്പോണന്റ് നമുക്ക് അവിടെ സോൾഡർ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ അടുത്ത സൈഡിലും ഫ്ലെക്സ് വെക്കുന്നു. അതിനുശേഷം പതി എന്ത് ചെയ്യുന്നു, ആ സോൾഡറിങ് ആയാലും അതുകൊണ്ട് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ സോൾഡർ ചെയ്യണം. ഇതിപ്പോൾ അത്രയും കെയർഫുൾ ആയിട്ട് മൈക്രോ ബിറ്റ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, സോൾഡർ ചെയ്യുന്നതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ സോൾഡറിങ് ആണ്, സോൾഡറിങ് SMD സോൾഡറിങ്. ഓക്കെ, SMD സോൾഡറിങ്. ഈ കാണുന്നതാണ് നമ്മൾ സാധാരണ നമ്മുടെ ലാബിൽ കണ്ടുവരുന്ന സോൾഡറിങ് അയണും സോൾഡറും അങ്ങനെ ഫ്ലെക്സും. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞതിൽ പ്രത്യേകിച്ച് കൺട്രോളർ ഒന്നുമില്ല. ജസ്റ്റ് നമ്മൾ 230 വോൾട്ട് AC കൊടുക്കും. ആ സമയത്ത് എന്ത് ചെയ്യും, ഇതോടെ ഹീറ്റ് ആവും. നമുക്ക് പിന്നെ ഈ ബിറ്റ് ഒക്കെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യും. നമ്മൾ എക്സ്ട്രാ വാങ്ങേണ്ടി വരും ഈ ബിറ്റ്. നമുക്ക് ഇവിടെ നിന്ന് പതുക്കെ ഊരിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത ബിറ്റ് വെച്ച് അവിടെ ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ബിറ്റ് മീൻസ് ഈ ഒരു ലിഡാണ് ബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഫ്ലെക്സ് ഉണ്ട്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലെക്സ്. ഇത് നമ്മൾ എന്ത് ചെയ്യും, എന്തെങ്കിലും ഒരു ഇതിട്ട് എന്ത് ചെയ്യുക, എടുത്തതിന് ശേഷം അത് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് യൂസ് ചെയ്യാം. ഇത് അവിടുത്തെ സോൾഡർ ആണ്. ഓക്കെ,
യൂസ് ചെയ്യുന്ന സോൾഡറാണ് നമ്മളോട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ സാധാരണ ലാബിൽ യൂസ് ചെയ്യുന്ന സോൾഡർ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ആ ഒരു സോൾഡറും ഫ്ലക്സും സോൾഡറിങ് ടെക്നിക്സുമായി ബന്ധപ്പെട്ട് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ ടെക്നിക്സ് രണ്ടെണ്ണമാണ്, നോർമൽ PCB സോൾഡറിങ്ങും SMD സോൾഡറിങ്ങും അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളണം. ഇതിൽ ഹസാർഡ്സ് ഒക്കെ കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ട് ഹസാർഡ്സിലൊക്കെ ഇതാവാതെ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ സോൾഡർ ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ഒരു ഈ ഒരു മൂന്നാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ടോപ്പിക്കിൽ വരുന്നത്. നമുക്ക് നെക്സ്റ്റ് ഇനി റിയോസ്റ്റാറ്റും പൊട്ടൻഷ്യോമീറ്റർ ഗാലനോമീറ്റർ ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്ത് വരുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.